ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അടുക്കള പാചകത്തിന് കയറിയിട്ടുണ്ട് കേട്ടോ. അടുക്കള പാചകത്തിന് കയറിയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജോലിയും കഴിഞ്ഞ് വന്ന് വയ്ക്കുന്നത്. വിശേഷം പറയണ്ട, എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പം മീൻ എന്താ വാങ്ങിയെന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാം. ഇത് കണ്ടോ, കൊഴിയാളയാണോ ചാളയാണോ? 50 രൂപയ്ക്ക് വറുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി. കാണാമോ? വറുക്കാൻ വേണ്ടിയിട്ട് കൊഴിയാള വാങ്ങി. പിന്നെ ഉണ്ടല്ലോ ഞണ്ട് ഇത്രയും കണ്ടോ? ഇത്രയും 150 രൂപ. 200 രൂപ പറഞ്ഞു. ഞാൻ കേട്ട 150 തട്ടാന്ന് കേട്ടപ്പം തരാന്ന് പറഞ്ഞു. പക്ഷെ സംഭവം ചതയുണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറിയ ഞണ്ട് കേട്ടോ, ചെറിയ സൈസ്. ചതയുണ്ടാ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഞാൻ പാചകം ചെയ്യുന്നതൊക്കെ കാണിക്കാൻ പറ്റിയ കാണിക്കാം. അപ്പം ഞാൻ ഞണ്ട് വൃത്തിയാക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ക്യാമറ ഓഫ് ചെയ്യണ്ട. ഞണ്ട് വൃത്തിയാക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞണ്ട് വൃത്തിയാക്കാറിനൂടാത്തരാണെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഈ സംഭവം ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇതിൻ്റെ അടുക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കത്രിക എടുത്തിട്ട് ചിലരുണ്ടല്ലോ ഇത് മൊത്തം കളയും. ചിലരിത് മൊത്തം കളയും. ഞാൻ അതിൻ്റെ സൈഡ് മാത്രം വെട്ടിയിട്ട് കണ്ടോ, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് വൃത്തിയാക്കാം. ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തി കിളിയേ, നേരം മറന്നു പാടുന്ന പാട്ടിൻ്റെ ഈണം മറന്നതാണോ? ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തി കിളിയേ, നേരം മറന്നു പാടുന്ന പാട്ടിൻ്റെ ഈണം മറന്നതാണോ? നിങ്ങളൊക്കെ ചോറ് കഴിച്ചിരിക്കും കേട്ടോ. മണി ഇപ്പോൾ 1:30. നമ്മളെ വെളുപ്പിലെ വെച്ചാലുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുമ്പോഴേ നമ്മളെ ചേട്ടൻ പാവം എന്നും തണുത്ത ആഹാരമല്ലേ കഴിക്കണം. അതുകൊണ്ട് അത് ഫ്രഷായിട്ട് കഴിക്കട്ടെന്നും പറഞ്ഞാണ് ഒന്നിട വിട്ട് നമ്മൾ ചൂടുള്ള ഫുഡ് ഉണ്ടാക്കണം. കേൾക്കാൻ പറ്റുമോ എന്തോ ഞാൻ പറയണത്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്തോ? എന്തായാലും 150 രൂപ നഷ്ടമൊന്നുമില്ല കേട്ടോ. അത് വൃത്തിയാക്കി എടുക്കുന്നതാണ് പാട്. അപ്പം ഞണ്ട് വൃത്തിയാക്കാൻ അറിഞ്ഞൂടാത്തവർ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ചിലർ അവിച്ചിട്ടൊക്കെയാണ് എടുക്കണം. അതിൻ്റെ തോലെടുക്കണം. അപ്പം നിങ്ങളിങ്ങനെ കഷ്ടപ്പെടണ്ട. ഞാൻ എടുക്കുന്നത് പോലെ ഇങ്ങനെ എടുക്കുക. ഈ സംഭവം ഇങ്ങനെ പിടിക്കുക. ഇതിൻ്റെ വേസ്റ്റൊക്കെ എടുക്കണേ. വേസ്റ്റൊക്കെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്, ഇതിനെ എടുക്കുക. ഇത് വേണമെന്നുള്ളവർ മൊത്തം കളയാം. ഞാനിപ്പോൾ അത് കളയുന്നില്ല. ഞാനിത് മാത്രം എടുത്തിട്ട് കാണാമോ? ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുക.
ചില കോളേജിൽ പഠിക്കുന്ന മക്കൾക്കൊന്നും ഇതൊന്നും വൃത്തിയാക്കാൻ അറിഞ്ഞൂടെയിരിക്കും. അപ്പം പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, അച്ഛനെയും അമ്മയും ഒഴിച്ച് എല്ലാം കിട്ടും. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അച്ഛനെയും അമ്മയും ഒഴിച്ച് എല്ലാം കിട്ടും. നമ്മളെ പോലുള്ളവർ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ടല്ലാണല്ലോ നിങ്ങളെ പോലുള്ളവർക്കൊക്കെ ഓരോന്നും പരീക്ഷിക്കാൻ പറ്റും. ഞാനുൾപ്പെടെ എല്ലാവരും ഓരോന്നും പരീക്ഷിക്കണം. എനിക്കറിയുന്ന അറിവായിരിക്കുമല്ലോ നിങ്ങൾക്കറിയുന്നത്. പലർക്കും പല ഇതായിരിക്കും. എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് അറിയാത്തവർ അറിയാമെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പം ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് കേട്ടോ, ഇത് വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്ന കാണിച്ച ഇന്ന് മൊത്തം അത് കാണിക്കാതെ പറ്റുള്ളൂ. ഞണ്ട് അങ്ങനെ കറി വെക്കണമെന്ന് കാണിക്കാൻ പറ്റി കാണിച്ചു തരാം. സമയമായി. ഞാൻ ഞണ്ടെല്ലാം വൃത്തിയാക്കി എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുഴികള മീനും അതിനെയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഞണ്ട് കറി വെക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഞണ്ട് വെക്കുന്നുണ്ടല്ലോ, ഞണ്ട് പലരും പല രീതിയിൽ വെക്കും. ഞാൻ പറഞ്ഞല്ലോ, പാചകം പലർക്കും പല രീതിയാണ്. അപ്പം ഞാൻ ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അതൊരടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞണ്ടിന് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് അത് ചീനിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ വറുത്താണ് വെക്കുന്നത് കേട്ടോ. ചിലർ പച്ച തേങ്ങ അരയ്ക്കുവേ, ഞാനും വെക്കും. പച്ച തേങ്ങ അരച്ചും വെക്കും, പിന്നെ വറുത്തും വെക്കും. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ഞണ്ട് കറി വെക്കുന്നത് കേട്ടോ. കൂടുതൽ ഇങ്ങനെയാണ് ഞാൻ ഞണ്ട് കറി വെക്കുന്നത്. ഞണ്ട് കറി വെക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഇത് പറഞ്ഞു തരാം കേട്ടോ. ഞണ്ട് കറി വെക്കുന്നതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ വെക്കുന്ന രീതി, പാചക രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ അല്ലെങ്കിൽ ഞണ്ടിന് കറിയുടെ നമ്മൾ പ്രത്യേകിച്ച് ഞണ്ട് വാങ്ങിച്ച് പിന്നെ ഞണ്ടിൻ്റെ റെസിപ്പി പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യണം. ഇതിപ്പോൾ അങ്ങനെയല്ല കേട്ടോ, മൊത്തത്തിലുള്ള വീഡിയോ ആണ്. മൊത്തത്തിൽ എല്ലാം കൂടെ കലർന്നൊരു വീഡിയോ ആണ്. അപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഞാൻ ഞണ്ട് കറി വയ്ക്കുന്നത് ആദ്യം തേങ്ങ വറുക്കും കേട്ടോ. തേങ്ങയൊക്കെ വറുത്തിട്ട് അതിൽ മല്ലിയും മുളകും പെരിഞ്ചീരകം ഉണ്ടല്ലോ, പെരിഞ്ചീരകം ഇടും. മല്ലിയും മുളകും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മീൻ അരയ്ക്കുമ്പോഴത്തെ എരി ചേർക്കില്ല കേട്ടോ. മീൻ അരയ്ക്കുന്ന അത്രയും മുളക് പൊടി ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ല. അതിൻ്റെ മൂന്നിലൊരു ഭാഗം മുളക് പൊടി എടുക്കും. പിന്നെ മല്ലിപ്പൊടി എടുക്കും. മല്ലിപ്പൊടിയും പെരിഞ്ചീരകം മസാലക്കൂട്ടും എടുക്കും. പുളിയൊന്നും ചേർക്കാറില്ല കേട്ടോ. പുളിക്ക് പകരം നമ്മൾ തക്കാളി ചേർക്കും. അപ്പം നമ്മൾ തേങ്ങ വറുക്കുക. തേങ്ങ വറുത്തതിന് ശേഷം മല്ലിയും മുളകും ഇടുക. മല്ലിയും മുളകും എടുത്തിട്ട് മസാലയും കൂടി ഇടുക. മസാല എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പെരിഞ്ചീരകം പൊടിച്ചതല്ലാത്തത് കൊണ്ട് ഞാൻ മുഴുവൻ പെരിഞ്ചീരകമാണ് ഇടുന്നത് കേട്ടോ. മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകമാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. അതൊരു നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെയാണ്. മല്ലി, മുളക്, പെരിഞ്ചീരകം, തേങ്ങ നല്ല വറുത്ത് മൂത്തതിന് ശേഷം ഈ 3 സംഭവം കൂടെ ഇട്ട് വറുത്തെടുക്കുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി അടുപ്പിൽ ഒരു സൈഡിൽ ഒരു ഇതിൽ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുത്തതിൽ മീൻ വറുക്കായിട്ടിട്ടുണ്ട്. അടുത്തതിൽ തേങ്ങ വറുത്തുകൊണ്ട് നിൽക്കുന്നു. അപ്പം നമ്മൾ ചട്ടി ഒഴിച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളതിലോട്ട് കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ കീറിപ്പറക്കി എടുക്കുകയെന്ന് പറയുമ്പോൾ എങ്ങനെ പറയും, നമ്മളതെല്ലാം കൂടെ അരിഞ്ഞെടുക്കണം കേട്ടോ. അതെല്ലാം കൂടെ കൊച്ചുള്ളി മുഴുവനാണ് ഞാൻ ഇടുന്നത്. ഓല് പൊളിച്ചിട്ട് മുഴുവനാണ് ഇടുന്നത്. അത് എണ്ണയിൽ കിടന്നങ്ങ് വെന്ത് റെഡിയായിപ്പോകും. 2 തക്കാളിയും ഒരു 4-5 പച്ചമുളകും ഒക്കെ കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി, പച്ചമുളക്, പിന്നീട് കൊച്ചുള്ളി എല്ലാം കൂടെ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നമ്മൾ സ്പൂൺ വെച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വയ്ക്കണം കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം നമുക്കത് എണ്ണയിൽ കിടന്ന് ഒന്ന് വെന്തതിന് ശേഷം ഉള്ളത് പിന്നെ പറയാം കേട്ടോ.
പിന്നെ നമുക്ക് അതിലോട്ട് വീഡിയോ കാണുമ്പോഴത്തേക്ക് ബാക്കി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണും കേട്ടോ. ഞാൻ ഇന്നലെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ്. നമുക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല, വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് ഇന്നലെ ഇടാൻ പറ്റിയില്ല. ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. നമുക്ക് കറക്റ്റ് ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കറക്റ്റ് വീഡിയോ ഞാൻ വീഡിയോ കറക്റ്റ് ഇട്ടിട്ട് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. നമ്മൾ വീഡിയോ എടുത്ത് വെച്ചാലും പോലെ നമുക്ക് അതിൻ്റേതായ വോയിസും കാര്യങ്ങളും കൊടുക്കണം, പിന്നെ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നിടത്ത് തന്നെ എനിക്ക് ചുമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചുമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ മീൻ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. മീൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഞാൻ ഇതിലോട്ട് വെക്കുന്നില്ല കേട്ടോ. നമുക്കൊരു മരണത്തിന് പോകാനുണ്ട്. അപ്പോൾ ചോറും കറികളും ഒക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കഴിച്ചിട്ട് വേണം മരണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ധൃതി പിടിച്ചുള്ള ജോലിയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ചൂടായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വന്നിട്ട് ഈ പാടുപെടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഞാൻ ഇന്നിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ഇന്നലെ എടുത്ത വീഡിയോയ്ക്ക് ഇന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാതെ നമുക്ക് എന്തെങ്കിലും കാര്യം പെട്ടെന്നായിപ്പോയാൽ നമ്മുടെ ചോറും കറിയൊക്കെ വയ്ക്കുന്ന കാര്യം കഷ്ടത്തിലാവും. ഇന്ന് ഓഫീസിൽ നമുക്ക് ജോലി ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷവും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഫ്രഷ് കുളിച്ചൊക്കെ കിടന്നിട്ട് എണീറ്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കുന്നത്. വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഉണ്ട് എണ്ണയിൽ കിടന്ന് വെന്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഞണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 150 രൂപയ്ക്ക് നല്ല സഹായത്തിൽ കിട്ടി. അപ്പം ഞാൻ എല്ലാം വയ്ക്കുന്നില്ല, ഒരു ദിവസം വയ്ക്കാനുള്ളതിന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം വയ്ക്കാനുള്ളതിന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് നമ്മളിപ്പം ആവശ്യത്തിനെടുത്ത് കറി വയ്ക്കുന്നുണ്ട്, ബാക്കി മാറ്റി വയ്ക്കുന്നു. അത് ഞാൻ വെക്കുന്ന വീഡിയോ ഈ രീതിയിലല്ല ഞാൻ വെക്കാമെന്ന് വിചാരിക്കുന്ന. നമ്മൾ എല്ലാവരും ചിലർ ഞാൻ പറഞ്ഞില്ലേ പച്ച തേങ്ങയും പച്ച മുളക് പൊടിയും വറുക്കാണ്ടൊക്കെ വെക്കുന്നൊരു രീതിയുണ്ട്. അപ്പം ഞാനത് അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാനൊന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ എണ്ണയിൽ കിടന്ന് വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് ഞണ്ട് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വേവട്ടെ. ഇതിനിടയിൽ ഞാൻ തേങ്ങയൊക്കെ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ വറുത്തതിനെയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് വെക്കണേ, നല്ല ടേസ്റ്റ് തന്നെ. വേറെ കറിയൊന്നും നമുക്ക് വേണ്ട, വേറെ ഒന്നും വേണ്ട. വെറും ഈ ഞണ്ട് കറിയും കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എപ്പോഴെങ്കിലും ഞാൻ ഞണ്ട് കറി വയ്ക്കുന്നതിൻ്റെ മാത്രം ഒരു വീഡിയോ എടുക്കാം. അതിൻ്റെ റെസിപ്പിയും അതിൻ്റെ അളവും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് നമ്മുടെ അടുക്കള വിശേഷങ്ങളാണ്. അതിൻ്റെ കൂടെ ഞാൻ വെറുതെ ഒന്ന് ഞണ്ട് കറി വെക്കുന്നതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴെങ്കിലും ഞണ്ട് കറി വെക്കുന്നത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ വീഡിയോ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏതാണ്ട് നമ്മളെ ജോലി ഞണ്ട് കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പച്ചമുളക് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് വെറുതെ ഒന്ന് നിങ്ങളെ ഞാൻ കാണിച്ച് തന്നേ ഉള്ളൂ. നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഞാൻ അധികം ചേർത്തിട്ടില്ല. ഒരു പൊടിക്ക് മിക്സിയുടെ ജാറ് കഴുകി ഇച്ചിരി വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഓവറായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതിൽ വെള്ളം തന്നെയാണ്. അപ്പം നമുക്ക് ഞണ്ട് കറി ഇവിടെ ഇറക്കാനായിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ അടുക്കള സൂര്യപ്രകാശം അടിക്കുന്നത് കൊണ്ട് അതിൻ്റെ വെട്ടത്തിൽ കറിക്ക് കളർ വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ രസവും കൂടെ വെച്ചിട്ടുണ്ട്. ഞണ്ട് കറി വെച്ചിട്ടുണ്ട്, കൊഴിയാള മീൻ വറുത്തിട്ടുണ്ട്, രസവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പം നമ്മുടെ ചോറും കറിയൊക്കെ ഇവിടെ റെഡിയായി. ഇതെല്ലാം കഴിച്ചിട്ട് വേണം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മരണത്തിന് പോകണം. മരണമൊക്കെ ബോഡിയൊക്കെ രാവിലെ എടുത്ത് കേട്ടോ, പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് പോകണം. അപ്പോൾ നമ്മുടെ വിശേഷം